യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈശോയുടെ നാമത്തിൽ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ സ്നേഹത്തോടെ ജീവനോടെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ സർവീസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റേഴ്സ് ഇവിടുത്തെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതങ്ങളും അവർ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷവുമെല്ലാം ലോകത്തിലുള്ള സർവ്വ പ്രേക്ഷകർക്കുമായി ഇതാ പങ്കുവയ്ക്കുകയാണ്. സ്നേഹത്തോടെ നമുക്ക് ഇവരെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ ബെഞ്ചമിൻ ബ്രദറിലേക്കാണ്. ബെഞ്ചമിൻ എന്ന് പറയുന്ന പേരിന് തന്നെ ഒരു വലിയ അർത്ഥമുണ്ട്. യാക്കോബിൻ്റെ ഗോത്രത്തിൻ്റെ ദൈവം സ്നേഹിച്ച ഗോത്രമാണ് ബെഞ്ചമിൻ ഗോത്രം. അപ്പോൾ ആ നാമധേയത്തിൽ ദൈവം ഇന്ന് ബെഞ്ചമിൻ ചേട്ടനെ വലിയൊരു സ്നേഹത്തോടെ ഒരു ലോകത്തിലെ ഏറ്റവും നല്ല വലിയൊരു ഇടവകയിൽ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി നാടും കുടുംബവും പഠിച്ച സ്ഥലങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ബെഞ്ചമിൻ ജോസഫ്. വയനാട് ജില്ലയിൽ തലപ്പുഴ ഇടവകയിൽ ആണ്. ദുബായിൽ 21 വർഷമായിട്ട് ദുബായിലാണ്. 3 പിള്ളേരും ഭാര്യയും ആയിട്ട് ദുബായിൽ ഞങ്ങൾ താമസിക്കുന്നു. നാട്ടിൽ അപ്പനും അമ്മയും ചായനും അമ്മച്ചിയും മരിച്ചിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. അവരെവിടെ, നിങ്ങൾ എവിടെയാണ് നാട്ടിൽ? ഞങ്ങൾ പാലായിൽ നിന്ന് പാലാ രാമപുരത്ത് നിന്ന് പോയതായിരുന്നു. കുടിയേറ്റ മേഖലയായ വയനാട്ടിലേക്ക് പോയതാണ്. വയനാട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്? വയനാട്ടിൽ തലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വയനാട് ജില്ലയിൽ തലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ മക്കൾ പറഞ്ഞാൽ എല്ലാവരും ഇപ്പം അതിശയിക്കും. ഞാൻ 14ാമത്തെ ആളാണ്. 14 മക്കളുണ്ട്? 14 മക്കൾ. 14 മക്കളിൽ ഏറ്റവും ഇളയാളാണ്? ഏറ്റവും ഇളയാളാണ്. അത് വലിയ സന്തോഷമുള്ള എനിക്ക്. 14 മക്കളും ഇന്ന് ലോകത്തിൻ്റെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? 14 മക്കൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ സ്വർഗത്തിലിരുന്ന് അപ്പനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി 14 മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. ഈ 14 മക്കളെയും കുടിയേറ്റ പ്രദേശത്ത് ഈശോയോട് ചേർത്ത് വളർത്തിയ ഒരപ്പനും അമ്മയാണ്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വൈദികൻ കുടുംബത്തിലുണ്ടല്ലോ? മൂത്ത ചേട്ടൻ വൈദികനാണ്, ജെസ്യൂട്ട് അച്ഛനാണ്, ഫാദർ ജോബ് കോഴന്തളം. 10ാമത്തെ ആൾ പെങ്ങൾ കന്യാസ്ത്രീയാണ്. ഒരു വൈദികനും ഒരു കന്യാസ്ത്രീയുമുള്ള കുടുംബത്തിലാണ് ബെഞ്ചമിൻ ചേട്ടൻ്റെ ജീവിതം, അല്ലേ? അത്ര വലിയ സന്തോഷമാണ്. അതിലൊക്കെ ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവും ഇല്ലേ? സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കുടുംബം, അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഏതാണ്ട് 21 വർഷം പൂർത്തിയായിപ്പോൾ ഇവിടെ വന്നിട്ട്. ജോലി ചെയ്യുന്ന കമ്പനി ഏതാണ്? ജോലി ചെയ്യുന്ന ഒരു ചെറിയൊരു കമ്പനിയാണ്, അൽസഹർ ഹെവി എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. DIP 2-ലായിട്ട്. അത് ശരി. അപ്പോൾ ഫാമിലി ഇവിടെ ഉണ്ട്? ഫാമിലി. എത്ര മക്കളുണ്ട്? 3 പിള്ളേർ. 3 മക്കളുണ്ട്. 2 പെൺകുഞ്ഞും. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഈ സർവീസ് മിനിസ്ട്രിയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ആൺകുഞ്ഞു ദൈവം എനിക്ക് തന്നു. സമ്മാനമായിട്ട് ദൈവം ഒരു ആൺകുഞ്ഞിനെയും കൂടി വർഷങ്ങൾക്ക് ശേഷം 12 വർഷങ്ങൾക്ക് ശേഷം ഒരു ആൺകുഞ്ഞിനെ തന്നു. നമുക്ക് തിരിച്ചു വരാം. ഞാൻ അടുത്തതായി ജുബിനിലേക്ക് വരികയാണ്. ജുബിൻ സേവ്യർ, നാട് എവിടെയാണ്? കുടുംബാംഗങ്ങളെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജിബിൻ. നാട്ടിൽ ഇടുക്കി രൂപതയിൽ ചുരുളി ഇടവകയിലാണ് വീട്. വീട്ടിൽ പപ്പ, മമ്മി, 2 ചേട്ടന്മാർ, അവർ ഫാമിലിയായിട്ട് കഴിയുന്നു.
ഞാൻ ദുബായിൽ വന്നിട്ടിപ്പോൾ 3.5 വർഷമായി. 2014 മെയ് 16 വന്നത്. ഇവിടെ ഇപ്പം ഒരു മാർബിൾ കമ്പനിയിൽ മാർക്കറ്റിങ്ങിൽ ജോലി ചെയ്യുന്നു. പപ്പായും മമ്മിയും എന്ത് ചെയ്യുന്നവരാണ്? പപ്പായും മമ്മിയും രണ്ടുപേരും കൃഷിക്കാരാണ്. എനിക്ക് വേറെ ഒരു കാര്യം കൂടെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആഗോള കരിസ്മാറ്റിക് കത്തോലിക് പ്രോഗ്രാം നമ്മൾ ആളൂർ വെച്ച് വലിയ ആഘോഷം ജൂബിലി നടത്തിയപ്പോൾ അതിൽ വലിയ ശുശ്രൂഷകൾ ചെയ്ത് ജുബിൻ്റെ പപ്പ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതെ, പപ്പ അവിടെ 5 ദിവസവും രാത്രി ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു, ശുശ്രൂഷയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കരിസ്മാറ്റിക് ബന്ധത്തിലാണ് അവരെല്ലാവരും. അത് തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ജുബിൻ കണ്ടിട്ടുള്ളത്? ആ പപ്പ ദൈവ കാര്യങ്ങളിൽ എന്തുമാത്രം വ്യാപൃതനായി ജുബിൻ കണ്ടിട്ടുണ്ട്? ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. പപ്പായും മമ്മിയും കൃഷിക്കാരാണ്. സാധാരണ ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നവരാണ്. പക്ഷേ ചെറുപ്പത്തിൽ എനിക്കൊരു 1 വയസ്സ് പ്രായമുള്ളപ്പം എൻ്റെ ഒരു നേരെ മൂത്ത ചേട്ടനൊരു പെട്ടെന്നൊരു തലച്ചോറിനൊരു അസുഖം വന്ന് പെട്ടെന്ന് സീരിയസ് ആയി. അപ്പം ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു അംഗവൈകല്യമില്ലാതെ ഈ കുട്ടി രക്ഷപ്പെടുമില്ലെന്ന്. അപ്പോൾ ആ ഒരു രോഗത്തോടു കൂടി പപ്പായും മമ്മിയും കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു 17 ദിവസം ബോധമില്ലാതെ ഇങ്ങനെ കിടക്കയിൽ കിടന്നു. 17ാമത്തെ ദിവസം അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ആ കുഞ്ഞ് ചേട്ടൻ എഴുന്നേറ്റു. അപ്പം അതിന് ശേഷം എന്നാലും രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടില്ലായിരുന്നു. പിന്നെ പപ്പായും മമ്മിയും കണ്ടിന്യൂസ് പോട്ടായിൽ ധ്യാന കേന്ദ്രത്തിൽ 1 ഡേ സെമിനാറുകൾക്കൊക്കെ പോയി തുടങ്ങി. അങ്ങനെ മമ്മി സ്ഥിരമായിട്ട് പോകുമായിരുന്നു. മമ്മി ഇങ്ങനെ ധ്യാനത്തിൽ ദൈവത്തിനൊരു പ്രതിജ്ഞ കൊടുത്തു, ഇനി ദൈവത്തിന് വേണ്ടി ജീവിച്ചോളാം, അതുപോലെ ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ എല്ലാം ക്ഷമിച്ചുകൊള്ളാം, എൻ്റെ മകനെ ഒന്ന് സുഖപ്പെടുത്തണമെന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇവർ പിന്നെയും ഒരു 5-6 ആഴ്ച കഴിഞ്ഞ് ഒരു പപ്പായും മമ്മിയും, അന്ന് ഞാൻ കുഞ്ഞാണ്, അപ്പോൾ എന്നെ കൊണ്ട് ഇവരൊരു 5 ദിവസം ധ്യാനത്തിന് പോയി, പനക്കലച്ഛൻ്റെ ധ്യാനത്തിന് പോയി. അപ്പോൾ ആ ധ്യാനത്തിന് 3ാമത്തെ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു, തലച്ചോറിന് രോഗമുള്ള ഒരു കുഞ്ഞിനെ ദൈവം സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ധ്യാനത്തോടു കൂടി ഇവർ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും അതിനുശേഷം ഒത്തിരി കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനുമായിട്ട് ഇവർ പരിശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഞങ്ങൾ വളർന്നു വന്നപ്പം ഞങ്ങൾക്കൊരു ഭയങ്കര പ്രചോദനമായിരുന്നു. പലപ്പോഴൊക്കെ ഇവർ സെമിനാറുകളും അതുപോലെ ഭവന സന്ദർശനമൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ച് കെയറിങ് കുറവ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം അത് ആലോചിക്കുമ്പം വളരെ നല്ലൊരു അനുഗ്രഹമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദുബായിൽ വന്നിട്ടാണെങ്കിലും കുറച്ചുകൂടി ഇന്ന് നമുക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കുവാനും എല്ലാം ആ ഒരു അനുഭവം ഭയങ്കര ഒരു പ്രചോദനമായി. വളരെ കറക്റ്റാണ് ഇപ്പോൾ ജുബിൻ പറഞ്ഞ കാര്യം. കാരണം അപ്പനും അമ്മയും ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങളായ മക്കൾക്ക് അന്നേരം ചിലപ്പോൾ അവരുടെ സാഹചര്യത്തിനൊക്കെ പരിമിതികളൊക്കെ വരുമ്പോൾ ഇച്ചിരി വിഷമമൊക്കെ തോന്നും. പക്ഷേ എത്ര അനുഗ്രഹമാണ് ആ അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ നടന്നതിൻ്റെ, ഒരാളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചതിൻ്റെ, പ്രേക്ഷിത ദൗത്യം ചെയ്തതിൻ്റെയൊക്കെ അനുഗ്രഹം അഭിഷേകമായി ഇന്ന് ജുബിൻ അനുഭവിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷമാണ്. ലോകത്തിലെ സർവ്വ മാതാപിതാക്കളും അത് കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അപ്പനും അമ്മയും ചെയ്യുന്നതെല്ലാം മക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറും. തീർച്ചയായിട്ടും നമുക്ക് കടന്നു വരാം ബെഞ്ചമിൻ ബ്രദറിലേക്ക്. കരിസ്മാറ്റിക് അനുഭവം എങ്ങനെയാണ് ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ഞാൻ ഒത്തിരി ദേഷ്യപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കാണ്. വണ്ടി ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാഹനമായിട്ടുള്ള ബന്ധപ്പെട്ട് എല്ലാവരും ഈ ടൗണിലുള്ള ഇതൊക്കെയാണ്. അപ്പോൾ ഈ കരിസ്മാറ്റിക്കിലേക്ക് വന്നപ്പോൾ ഒത്തിരി ക്ഷമിക്കുവാനും എല്ലാവരോടും നല്ല രീതിയിൽ സൗമ്യമായ രീതിയിൽ സംസാരിക്കാനും അങ്ങനെയൊക്കെ എനിക്ക് കരിസ്മാറ്റിക്കിലേക്ക് നമ്മൾ കാണുന്നത് ഏറ്റവും ശാന്തനായ ഒരു മനുഷ്യനല്ലേ ഇവിടെ. അപ്പോൾ അത് നേരത്തെ അങ്ങനെ അല്ലായിരുന്നു എന്നാണ് പറഞ്ഞല്ലേ. എന്നാണ് കരിസ്മാറ്റിക് ധ്യാനം ആദ്യമായിട്ട് കൂടാനൊരു അനുഭവം ഉണ്ടായത്? കരിസ്മാറ്റിക് ധ്യാനം കൂടാനെന്ന് പറയുന്നത് ഇപ്പോൾ ദുബായിൽ 21 വർഷമായിട്ട് വന്നപ്പോൾ തൊട്ടാണ് കൂടുതലും. ദുബായ് വന്നേ പിന്നെയാണ് കുറച്ചുകൂടെ കരിസ്മാറ്റിക് അനുഭവം വന്നല്ലേ? അതാണ് ദുബായിലെ ദേവാലയത്തിന് ചുറ്റും എപ്പോഴും സന്തോഷത്തോടെ ഓടി നടക്കുന്നതല്ലേ? തീർച്ചയായിട്ടും അത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് തന്നെ ഒരുപക്ഷെ നമ്മളൊക്കെ വന്ന ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ആ വിളി സ്വീകരിച്ചു, അതിനെ യേശു പറഞ്ഞു. ആ യേശു പറഞ്ഞിട്ട് ഇന്ന് ഓർക്കൂ, ജൂബിലി വർഷം ദുബായിലെ ഒരു മിനിസ്ട്രി, ഏറ്റവും വലിയൊരു ദേവാലയത്തിൻ്റെ ഒരു മിനിസ്ട്രിയുടെ കോർഡിനേറ്റേഴ്സായിട്ട് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സത്യത്തിൽ പ്രീച്ചിങ് പോലെയോ AC-യിലൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ ചിലപ്പോൾ ഓപ്പോസിറ്റാണ്. നിങ്ങളുടെ മിനിസ്ട്രി സർവീസ് മിനിസ്ട്രിയാണ്. അപ്പോൾ ഒരു ധ്യാനം നടക്കുമ്പോൾ കസേര 50 ഡിഗ്രി ചൂടിലൂടെ അറേഞ്ച് ചെയ്യേണ്ടി വരും. ആ വെള്ളം കുടിക്കാനുള്ളതെല്ലാം അറേഞ്ച് ചെയ്യേണ്ടി വരും. അവിടെ എന്തെല്ലാം സൗകര്യം വേണോ അത് അറേഞ്ച് ചെയ്യേണ്ടി വരും. ഈ കൃത്യമായി ഇത്രയും വലിയൊരു ഉത്തരവാദിത്തമാണത്. അവിടെ ഒന്നിനും കുറവില്ലാതെ ചെയ്യണം.
ഇങ്ങനൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ എത്രയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയാണ് സ്വീകരിച്ചത്? ഒത്തിരി സന്തോഷം വന്നു എനിക്ക്. എന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിനറിയാം ഓരോരുത്തർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ദൈവം ഏൽപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതേപോലെ നമ്മുടെ സെൻറ്റ് മേരീസ് ദേവാലയത്തോട് കൂടുതൽ അടുത്തപ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകൾ തന്നു. അതേപോലെ തന്നെ ഇത് ചെയ്യുന്നതിനൊന്നും നമുക്കൊന്നും ഒരു ക്ഷീണവും ഒന്നും തോന്നാതെ എല്ലാം ചെയ്യാൻ ഒന്നും, പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് കുഞ്ഞു കൊച്ചുണ്ടായിരുന്ന ആ സമയത്ത് എന്നാലും ഒരു കാര്യങ്ങൾക്കും ഒന്നിനും ഒരു കുറവും വരാതെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ നിസ്സാര വർഷം മുമ്പാണ് കുഞ്ഞുണ്ടായത്. ആ സമയത്താണ് കോർഡിനേറ്റർ ആകുന്നത്. ജോലിയുണ്ട്, ഒരു കുഞ്ഞുണ്ടായി ഇവിടെ ഈ മണ്ണിൽ. നമ്മുടെ വൈഫ് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ പോലെ വല്യമ്മയോ ബന്ധുക്കാരോ ഒന്നും ഈ കൊച്ചിനെ എടുക്കാൻ പോലുമില്ല. അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം നിന്നുകൊണ്ടിട്ട് ശുശ്രൂഷയിലേക്ക് ഓടിയെത്താൻ സമയത്തെത്താൻ ദൈവം ഒരു തടസ്സവും വരുത്തിയില്ലെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാം ദൈവം ഭംഗിയായിട്ട് ക്രമീകരിച്ചു. വളരെ സന്തോഷം. ഞാൻ ജുബിനിലേക്ക് വീണ്ടും വരികയാണ്. ജുബിനെ, യൗവനത്തിൽ കർത്താവിനെ അറിയുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഒരുപക്ഷെ മാതാപിതാക്കന്മാരുടെ ആ ജീവിത ശൈലിയാണ് ജുബിനെ ഈ മണ്ണിൽ ശുശ്രൂഷയിലേക്ക് എടുത്തത്. ഇപ്പോൾ ജുബിൻ ഓർക്കുമ്പോൾ ഇത്രയും വലിയൊരു ദേവാലയത്തിൻ്റെ മിനിസ്ട്രിയുടെ ഭാഗമായി അത് വലിയൊരു ഉത്തരവാദിത്വം, ഉന്നതമായൊരു ഉത്തരവാദിത്വം അത് തന്നപ്പോൾ എന്തെല്ലാം എനിക്ക് പറ്റുമോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇനി ഞാൻ എങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള ചിന്തകൾ വന്നോ? അതെങ്ങനെ ദൈവം ക്രമീകരിക്കുന്നു ജോലിക്കിടയിൽ? തീർച്ചയായിട്ടും ഞാൻ ജോലി മാറി ഈ കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു 15 ദിവസം കഴിയുമ്പോഴാണ് ഞാൻ അസിസ്റ്റൻ്റ് കോർഡിനേറ്ററായിട്ട് അന്ന് അലക്സച്ചൻ വിളിച്ചു പറയുകയാണ് ചെയ്തത്. അപ്പോൾ അലക്സച്ചൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് നോ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജോലി 6:30 വരെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തുകൊണ്ട് അച്ഛനോട് അന്നേരം പറഞ്ഞു, അച്ഛാ അത് പറ്റുമോ എന്നറിയില്ല, അപ്പം വേറെ ആരെങ്കിലും നോക്കിക്കൂടെ? അപ്പം അച്ഛൻ പറഞ്ഞു അത് പറ്റില്ല, അടുത്തയാൾ നീയാണ്, നീ മസ്റ്റായിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് എസ് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒരു സന്തോഷമാണ് തോന്നിയത്. കാരണം ഈ ചെറിയ പ്രായത്തിൽ ഒരു സെൻട്രൽ കോറിൽ ശുശ്രൂഷ ചെയ്യാമെന്ന് പറഞ്ഞ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് മനസ്സിലായി. അതിനുശേഷം പലപ്പോഴും ഈ ജോലി കഴിഞ്ഞ് മൺഡേ പ്രെയറിന് വന്നിട്ട് 6:30 വന്ന് കസേരകൾ പിടിച്ചിടുക എന്ന് പറയുമ്പം അത് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം ചിലപ്പം ജോലി ട്രാഫിക്കും ഒക്കെ കഴിഞ്ഞെത്തില്ല. അതെ, തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും പലപ്പോഴും വന്ന് ആ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ ഒരു മനസ്സിനൊരു വലിയൊരു സമാധാനവും, പിറ്റേ ദിവസം ജോലിക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജോലി കഴിഞ്ഞുള്ള ബ്ലോക്ക് വണ്ടി എത്താനൊക്കെ ഒത്തിരി സമയം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴും ഓടിയെത്തി പറ്റുന്ന സാഹചര്യത്തിലെല്ലാം ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, അല്ലേ, ഒരാരോഗ്യം എല്ലാം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ബെഞ്ചമിൻ ചേട്ടനോട് ഞാൻ ചോദിക്കുകയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സർവീസ് മിനിസ്ട്രിക്ക് ഇവിടെ ചെയ്യാനുള്ളത്? സർവീസ് മിനിസ്ട്രിക്ക് ഇവിടെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ മൺഡേ പ്രെയർ ഉണ്ട്, ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണം. കസേര പിടിച്ചിടണം, വെള്ളം, അങ്ങനെയുള്ള. പിന്നെ ഇവിടെ മെയിനായിട്ട് ഒരു കൺവെൻഷനുണ്ട്, ധ്യാനം നടക്കുന്നുണ്ട്. ധ്യാനം ഏതാണ്ട് 5 ദിവസത്തോളം നടക്കുന്നത്. ആ ദിവസങ്ങളിൽ എല്ലാം മിക്കവാറും നല്ല ചൂട് സമയത്താണ് ആ ധ്യാനം നടക്കുന്നത്. ആ സമയത്ത് കസേരകൾ പിടിച്ചിടുക, വെള്ളം കൊടുക്കുക, അങ്ങനെയുള്ള ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. കൺവെൻഷനാണ് മെയിനായിട്ടുള്ളത്. അത് പിന്നെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൺഡേ പ്രെയർ, ഫാസ്റ്റിംഗ് പ്രെയർ. അതെ, ഇത് കാണുന്ന വ്യക്തികൾക്കൊന്നുകൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ റെഗുലറായിട്ട് എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥനയുണ്ട്. 500 മുകളിലുള്ള വ്യക്തിത്വങ്ങൾ അവിടെ വരാറുണ്ട്. ഫാസ്റ്റിംഗ് പ്രെയർ ഏകദേശം 1500ഓളം വരുന്ന, അല്ലെ 2000ഓളമൊക്കെ വരുന്ന ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടിയെത്തുന്ന ഒരു വലിയ ഫാസ്റ്റിംഗ് പ്രെയർ ഇവിടെയുണ്ട്. അത് ആദ്യ വെള്ളിയാഴ്ചകളിലാണ്. ഈ സമയത്തും അതുപോലെ തന്നെ കൺവെൻഷൻ നടക്കുമ്പോൾ ആയിരക്കണക്കിന് ജനം മറ്റ് എമിറേറ്റുകളിൽ നിന്ന് പോലും വന്ന് ജോയിൻ ചെയ്യും. അതുപോലെ ധ്യാന സമയം എത്ര ചൂടാണെങ്കിലും ഇവിടെ എങ്ങും ഇരിക്കാൻ പോലും നിൽക്കാൻ പോലും ഇടയില്ലാത്ത പോലെ ധ്യാന സമയത്ത്, അത് കേരളത്തിൽ നിന്ന് വരുന്ന ധ്യാന ഗുരുക്കന്മാരായിരിക്കും ധ്യാനം നടത്തുക. അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലേ? അതിൻ്റെ അകത്തെല്ലാം സർവീസ് മിനിസ്ട്രിക്ക് മനുഷ്യർ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാത്തതും എന്നാൽ അധ്വാനം ഒത്തിരി ഉള്ളതുമായ ഒത്തിരിയേറെ വർക്കുണ്ട്. എന്നാൽ അവരത് വളരെ സന്തോഷത്തോടെ ചെയ്യുന്നു. അതുപോലെ ക്രിസ്ത്യൻ ധ്യാനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ മിനിസ്ട്രിയും നിങ്ങളെ സഹായിച്ചല്ലേ പറ്റൂ ജിമിൻ? എങ്ങനെയാണ് അത് എല്ലാ മിനിസ്ട്രിയുടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും നിങ്ങളെ അറിയിക്കുമോ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്? കാരണം എല്ലാ മിനിസ്ട്രിയും നമ്മൾ തീർച്ചയായിട്ടും സഹായിക്കണം. കാരണം ക്രിസ്ത്യൻ മിനിസ്ട്രി അവർ ധ്യാനം നടത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സർവീസ് അവർക്ക് ആവശ്യമാണ്. കാരണം ഫുഡ് സെർവ് ചെയ്യാനും സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സിന്
എല്ലാം തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ സഹായിക്കണം. അതുപോലെ ഓരോ മിനിസ്ട്രികളും ഓരോ മിനിസ്ട്രികൾ ഇന്റർസെഷൻ മിനിസ്ട്രി ആയാലും വേഡ് മിനിസ്ട്രി ആയാലും അവരോരോ മീറ്റിംഗ് കൂടുമ്പോഴും നമ്മുടെ ആ ഒരു പ്രസൻസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർക്കൊരു വെള്ളം കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ചായ കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മളവിടെ ഉണ്ടായിരിക്കണം. അതെ, അതുപോലെ BCSTയുടെ പ്രയറിൽ എല്ലാവരും നിങ്ങൾ അവിടെ ഉണ്ടായേ പറ്റൂ. ഒരു കസേര എല്ലാം അറേഞ്ച് ചെയ്യണമെങ്കിലോ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കർത്താവിൻ്റെ ആ നാമത്തെ പ്രതിയാണ്. മദർ തെരേസ പറഞ്ഞു, എനിക്ക് 1 കോടി രൂപ തന്നാലും ഞാൻ ഈ കുഷ്ഠരോഗിയെ നോക്കില്ല, പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഞാനിത് സന്തോഷത്തോടെ ചെയ്യുന്നു. അപ്പോൾ ഒരു പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടോ ബെഞ്ചമിൻ ചേട്ടാ? എത്തിപ്പിടിക്കാവുന്ന പല ആരെങ്കിലും സഹായിക്കാൻ ഇല്ലാതെ വന്നപ്പം, ആരോഗ്യപരമായ ക്ഷീണം വന്നപ്പം, ഇത് പക്ഷേ ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ എത്ര അധ്വാനിക്കുന്നുണ്ടെന്ന്, അങ്ങനെയൊക്കെ വേദനകളോ വിഷമങ്ങളോ മനസ്സിന് വന്ന നിമിഷങ്ങളോ ഉണ്ടോ? അങ്ങനെ ദേവാലയത്തിൽ വന്നിട്ട് അങ്ങനെ ഒരു വിഷമം തോന്നിയില്ല. റോഡിലെ ട്രാഫിക് കാരണം എങ്ങനെ പെട്ടെന്ന് നമുക്ക് ദേവാലയത്തിൽ എത്താൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ദേവാലയത്തിൽ അത് എനിക്ക് എത്ര ഓടിയാലും ഒരു വിഷമവുമില്ല. അത് വളരെ സപ്പോസ് നമ്മളവിടെ എത്തിയില്ലെങ്കിലും അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ആരെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തിരിക്കും. അതാണ്. അപ്പോൾ അതിൽ സന്തോഷമേ ഉള്ളൂ. ജുബിന് ആഗ്രഹം എന്താണ്? ഇതൊരു വലിയ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, സർവീസ് മിനിസ്ട്രി. പിന്നെ ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ, ഇപ്പോൾ പുറപ്പാട് പറുദീസ പോലെയുള്ളൊക്കെ പ്രോഗ്രാം വരുമ്പം പള്ളിയിൽ ഒരുപക്ഷെ കയറുക പോലും ഇല്ലാത്തവരൊക്കെ വിളിച്ചുകൊണ്ട് അവർ വരും, റീച്ച് ഔട്ട് മിനിസ്ട്രിക്കാർ. അപ്പോൾ ഈ ധ്യാന സമയത്തൊക്കെ നല്ല ചൂടൊക്കെ ആയിരിക്കും, പുറത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടക്കുക, അല്ലെങ്കിൽ എന്താണേലും. അപ്പോൾ പുതിയ കുറച്ച് വ്യക്തിത്വങ്ങൾ വരികയാണ്. ഈ സമയത്തൊക്കെ നിങ്ങളുടെ ആഗ്രഹം, സർവീസ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ്. എല്ലാ മിനിസ്ട്രികളും അതെ, എന്നാൽ ഇത് ഡയറക്റ്റ് ആരോഗ്യം കൂടെ വേണം, കുറച്ച് ആരോഗ്യം എടുത്തുള്ള ശുശ്രൂഷയാണിത്. അപ്പോൾ യുവജനങ്ങളൊക്കെ ക്രിസ്തുവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നിൽക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും, ജുബിൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ മണ്ണിൽ വന്നു, ഇത്രയും നാളെ ആയുള്ളൂ, ഒത്തിരി കാര്യം ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ജുബിനെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഒത്തിരിയേറെ യുവജനങ്ങൾ. അവരോട് ജുബിൻ എന്താ പറയാനുള്ളത്? എന്ത് ചെയ്യാൻ പറ്റും ഒരു യുവാവിനോ ഒരു യുവതിക്കോ ക്രിസ്തുവിന് വേണ്ടി? തീർച്ചയായിട്ടും എനിക്ക് ദുബായ് പള്ളിയിൽ വന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് കരിസ്മാറ്റിക്കുമായിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത്. കാരണം നോർത്ത് ഇന്ത്യയിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പം നമുക്ക് പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ ഇതുപോലെ കൂട്ടായ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ദുബായിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാനന്ന് വന്നിറങ്ങി അന്ന് തന്നെ നമ്മുടെ ജുമൈറ കൂട്ടായ്മയിൽ പോയി തുടങ്ങി. കാരണം അങ്കിള് ഫാമിലി അവിടെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ആ ദുബായിൽ ഇറങ്ങി അന്ന് തന്നെ കൂട്ടായ്മയിൽ പോയി തുടങ്ങി. പിന്നെ ആ കൂട്ടായ്മയിൽ ഒരു സ്ഥിരം അംഗമായി. അങ്ങനെ ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സെൻട്രൽ കോറിലേക്ക് ഒരു ശുശ്രൂഷയിലേക്ക് എന്നെ എടുത്തത്. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടെ കൂടുതലായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അപ്പം പലപ്പോഴൊക്കെ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി തടസ്സങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങളിൽ നമുക്ക് ആ ശുശ്രൂഷയിൽ ചിലപ്പം പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ചിലപ്പം വിഷമം ഉണ്ടാവാറുണ്ട്. കാരണം ചിലപ്പം നമുക്ക് പലപ്പോഴും ഓടിയെത്താറില്ല. പക്ഷേ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് ആ ജോലി ചെയ്യുന്നോ നമുക്കത് പിറ്റേ ദിവസം അല്ലെങ്കിൽ പിന്നെ വരുന്ന നാളുകളിൽ കൂടുതൽ ജോലി മേഖലകളിലും ആത്മീയ ജീവിതത്തിലൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു വചനം എന്നെ ഈ ശുശ്രൂഷയിലേക്ക് അടുപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വചനമുണ്ട്. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കും, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. അപ്പോൾ പലപ്പോഴും ഞാൻ അങ്ങനെ ഒത്തിരി ജീവിതത്തെക്കുറിച്ചൊന്നും അങ്ങനെ ഒത്തിരി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു വിശ്വാസമുണ്ട്, ദൈവത്തിന് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പം ഒരിക്കലും ദൈവം കൈവിടുകയില്ല എന്നൊരു പൂർണ്ണ വിശ്വാസം മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പം തീർച്ചയായിട്ടും മനസ്സിന് വളരെ സന്തോഷമാണുള്ളത്. അപ്പോൾ ഇന്നിപ്പം ഈ യുവജനങ്ങളോട് എനിക്കും പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ എന്തോരം ചെയ്യുന്നോ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ആ ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇന്നുവരെ ദൈവത്തിന് വേണ്ടി 1 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100 ഇരട്ടി അനുഗ്രഹമല്ലാതെ വേറൊന്നും ദോഷം ഒന്നും വന്നിട്ടില്ല. അതെ, കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ, മക്കളായി കരുതുന്നത് തന്നെ ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ്. സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിലും ഞാൻ അവനെ സംരക്ഷിക്കുന്ന 91 സങ്കീർത്തനം. അപ്പം ആ ദൈവസ്നേഹത്തോട് ഒട്ടി നിൽക്കാൻ യുവജനങ്ങൾ തയ്യാറാവുമ്പോൾ പല കാര്യത്തിൻ്റെ വഴികൾ ഇങ്ങനെ തുറന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, പല വഴികൾ തുറന്നിട്ടുണ്ട് യുവജനങ്ങൾക്ക് വേണ്ടി. നിൽക്കുന്നിടത്തെല്ലാം നിന്ന് അല്ലേ, ലോകത്തിലെവിടെയാണെങ്കിലും എവിടെ നിന്നും ആരോഗ്യമുള്ള സമയത്ത് എന്തും ചെയ്യാം.
അല്ലേ? അതാണ് ജുബിന് യുവജനങ്ങളോട് പറയാനുള്ള ഒരു ആശയം. നിൽക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് ദൈവമേൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുമ്പം അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റും, അനേകം യുവജനങ്ങളെ നേടാൻ പറ്റും, അല്ലേ? അതുപോലെ തന്നെ ബെഞ്ചമിൻ ചേട്ടാ, എന്താണ് ഒരു ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതമായിട്ട്, ദൈവം വഴി നടത്തിയ ഒരത്ഭുതമായിട്ട് പ്രയർ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ദുബായ് പള്ളിയിൽ വന്നിട്ടൊക്കെ അനുഭവം? ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരാളുടെ ഒരു അനുഭവം പറഞ്ഞത്, അവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് ഓർത്ത് ഒരാൾ രക്ഷപ്പെട്ട കണ്ടത്, അല്ലെങ്കിൽ രോഗം സൗഖ്യമായത്. ഒത്തിരി അനുഭവങ്ങൾ കാണും, ഒത്തിരിയേറെ അനുഭവങ്ങൾ പ്രയർ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ കണ്ടിട്ട് കാണും. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായതാകാം, പലത് കാണും. അപ്പോൾ ഈ ദേവാലയത്തിന് ചുറ്റിപ്പറ്റിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, ജോലി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദേവാലയത്തിൻ്റെ വട്ടത്തിലുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ ഏതെങ്കിലും ഒരെണ്ണം ഷെയർ ചെയ്യുകയും അതൊക്കെ നമ്മളെ എങ്ങനെ അടുത്ത തലമുറയ്ക്ക് എന്തെല്ലാം പ്രചോദനം നൽകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പരുവത്തിന് എന്തൊക്കെയാണ് അനുഭവങ്ങളുള്ളത്? വേറെ എൻ്റെ ജീവിതാനുഭവം തന്നെ ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ തന്നെ. എവിടെ വെച്ചാ? ഈ ദുബായ് അൽക്കുസ് എന്ന് പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഈ വാഹനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതായത് ട്രയൽ ഓടിച്ച് നോക്കും. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ ഞാനും കസ്റ്റമറും പിന്നെ വേറെ ഒരാളും കൂടി വണ്ടിയിലിരുന്നിട്ട് ഒരു 4 വീൽ വണ്ടിയായിരുന്നു, റേഞ്ച് റോവർ വണ്ടി. ഞങ്ങളൊരു ദിവസം വൈകുന്നേരമാണ്, ഞങ്ങൾ പറഞ്ഞ് പറ്റത്തില്ല, ടയർഡായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവർ നിർബന്ധിച്ച് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഓടിച്ച് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ടൊരു 5 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ച് നോക്കി. ബ്രേക്ക് അടിച്ച് നോക്കുമ്പോൾ അതിന് ചെറിയ ഷിവറിങ് വരുന്നുണ്ടായിരുന്നു. അല്ല ഓക്കെ ആയിട്ട് ആ കസ്റ്റമർക്ക് ഓടിക്കാൻ കൊടുത്തു. പക്ഷേ കസ്റ്റമർ ഓടിച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ നിന്ന് പോയി. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു ബ്രേക്ക് അടിക്കാൻ പറഞ്ഞിട്ട് അയാൾക്ക് ബ്രേക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വണ്ടി നിർത്തിയിട്ട് ഒരു ട്രെയിലറിന് പോയിട്ട് ഇടിച്ചു. അപ്പം ഞാൻ കറക്റ്റ് എൻ്റെ ഇച്ഛായാന്ന് വിളിച്ച് ദൈവത്തോട് കൂടുതൽ, അപ്പം മരിക്കാൻ പോവുകയാണ്, നമ്മൾ മരണം മുന്നിൽ കാണുകയാണ്. അപ്പോൾ വണ്ടി കൺട്രോൾ വിട്ട് പോയി, ആ ട്രെയിലറിന് പോയി ഇടിച്ചു. പുറകിലിരിക്കുന്ന ആൾ ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി. അപ്പം എൻ്റെ ഇച്ഛായൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ആ ഒരു വിളിയിൽ എനിക്കൊന്നും പറ്റിയില്ല. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്ക് അയാളുടെ തലച്ചോറ് പൊട്ടി, ഇങ്ങനെ കാലിൻ്റെ മസിൽ പൊട്ടി, അയാൾ ഫുൾ ഇതായി. എൻ്റെ ആ സൈഡൊന്നും പറ്റിയില്ല. റേഞ്ച് റോവർ വണ്ടി ഓൺ ദ സ്പോട്ട് കത്തി, അവിടെ വണ്ടി കത്തി ടോട്ടൽ ലോസായി പോയി വണ്ടി. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. ആംബുലൻസ് ഏതാണ്ട് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്രണ്ടിലിരുന്ന ആളെ കരയുന്നത്, പുറകിൽ നിന്ന് ആൾക്കൊന്നും പറ്റിയിരുന്നു. അപ്പോൾ അവിടെ ഈ ലേബേഴ്സ് ക്യാമ്പൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ആൾക്കാരുടെ ഓടി വന്ന് അയാളെ പിടിച്ച് നോക്കി, വന്നപാടെ ആംബുലൻസുകാർ വന്ന് ചെക്ക് ചെയ്തപാടെ പുറകിലിരുന്ന ആൾ മരിച്ചു. പക്ഷേ ദൈവം എനിക്കൊരു ഫ്രാക്ചറോ ഒന്നും വരുത്താതെ ഏതാണ്ട് ഒരു ഗ്ലാസ് എൻ്റെ ഒരു 1.5 വർഷത്തോളം എൻ്റെ ഈ കൈയിൻ്റെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ പീസ്. അപ്പോൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ദൈവം ശരിക്കും, അതായത് ദൈവമേ എന്നുള്ള വിളി ദൈവം കേട്ടു. അല്ലേ? പ്രാർത്ഥിക്കുന്ന അപ്പനെയാണ് ആദ്യം ഓർത്തത്, അല്ലേ? എനിക്ക് വേണ്ടി അപ്പം പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിച്ചു, അല്ലേ? അപ്പോൾ ആ അപകടത്തിൽ മരിച്ച വ്യക്തികളെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. എപ്പോഴും പരിചയമുള്ളവരല്ല എങ്കിൽ പോലും നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ മനസ്സിൽ ആ രംഗമുണ്ടല്ലോ. അപ്പോൾ അതായത് ഇവിടുത്തെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ ഇവിടെ വണ്ടി വരിക. അപ്പോൾ ദൈവം കരുതിയതും ദൈവം പിടിച്ച് ഉയർത്തിയതും മാത്രമാണെന്ന് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. അതാണ് താനും. കാരണം ദൈവത്തിൻ്റെ കരം ആ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേരുടെ പ്രതിസന്ധികളും അപകടങ്ങളും ഒക്കെ നടക്കുന്ന ഈ മണ്ണിൽ നമുക്ക് ഈ ഇൻസിഡൻറ്റിനെ, നമുക്കുടെ അനുഭവത്തെ നമുക്ക് ഓർക്കുകയും രാവിലെ ഇറങ്ങുന്നവർ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ ചെല്ലാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു സന്ദേശവും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ചിലപ്പോൾ നമ്മളൊന്നും തെറ്റ് ചെയ്തില്ലേ പോലും ഒരു സെക്കൻഡ് മതി, പുറകിൽ നിന്നോ മുന്നേ നിന്നോ സൈഡിൽ നിന്നോ വരുന്ന ഏതെങ്കിലും വാഹനം വന്നാലും ജീവിതം മാറിപ്പോവുക. അപ്പോൾ ഒത്തിരിയേറെ ദുരന്തങ്ങളും ഒക്കെ ഈ ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനും കടപ്പാടുണ്ടല്ലേ? അത് തന്നെ ഒരു അത്ഭുതമാണ്. പിന്നെ ബെഞ്ചമിൻ ചേട്ടനോടുള്ള എൻ്റെ ചോദ്യം, അപ്പനും അമ്മയൊക്കെ ഒരു പക്ഷേ ഈ കുടിയേറി പാർത്ത വ്യക്തിത്വങ്ങളായതുകൊണ്ട് ഒത്തിരിയേറെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുണ്ട്. അവർക്ക് ദൈവം മാത്രമേ ഉള്ളായിരുന്നു, പണമൊന്നും ഒത്തിരി കാണില്ല, എല്ലാം കൃഷി ചെയ്തല്ലേ ഇത്രയും മക്കളെ വളർത്തും. അപ്പോൾ അന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്ന ഏതെങ്കിലും സന്ദേശങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും അത് ജ്വലിക്കുന്ന വാക്കുകൾ വല്ലതും ഉണ്ടെങ്കിലെന്ന് പറയാമോ? എപ്പോഴും പറയുന്നത്, ദൈവത്തെ നീ മുറുക്ക പിടിച്ചാൽ നീ ഒന്നിനെ കുറിച്ച് നല്ല സ്ഫുടമായിട്ടായിരുന്നു പറയുന്നത്. ആ വാക്ക് എനിക്ക് വിട്ടുന്നത്, ഒന്നിനെ കുറിച്ചും ആവലാതിപ്പെടണ്ട, ദൈവത്തെ നീ എപ്പോഴും പിടിച്ചോ. എനിക്ക് എന്ത് വിഷമങ്ങളോ എന്തുണ്ടെങ്കിലും, അന്നിച്ചായന് വലിയ ജോലിയോ ഒന്നുമില്ല. വിൻസെൻ്റ് പോളിലായിരുന്നു ഞങ്ങൾ 14 മക്കൾ. അന്നത്തെ കാലം. ഇന്നിപ്പോൾ 2 പിള്ളേരുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വിഷമം.
അപ്പോൾ ഇച്ചായൻ എപ്പോഴും പറയും, എന്നും ഇച്ചായൻ ദേവാലയത്തിൽ പോകുമായിരുന്നു, രാവിലെ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. നടന്നാണ്, ഇന്നും ആരും നടന്നു പോകുന്നില്ല. അന്ന് ഏതാണ്ട് 1-2 കിലോമീറ്റർ നടന്ന് പള്ളിയിൽ പോയി. എന്നിട്ട് രാവിലെ ഇച്ചായൻ്റെ കൊന്തൊക്കെ കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത്. അപ്പോൾ ഇച്ചായൻ പറയും, എന്നും ഈശോയുടെ കൂടുതൽ നീ ഈശോയിനെ മുറുക്ക പിടിച്ച് നിന്നാൽ നിൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ല, ഒരു കുഴപ്പങ്ങളും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ഒരു കുഴപ്പങ്ങളും ഇല്ല. അതാണ് ഈശോയെ മുറുക്ക പിടിക്കാൻ പറഞ്ഞു തന്ന ഒരു അപ്പനെയാണ് അപകടം വന്നപ്പം വിളിച്ചതല്ലേ. നമ്മളെല്ലാവരും ഈശോയെന്ന് വിളിക്കും, അവളെ അപ്പനെ വിളിച്ചു. അപ്പോൾ അത്രയും വിശ്വാസമായിരുന്നു അപ്പനെ. അതൊരു വലിയ സന്ദേശം തന്നെയാണ്. അത്രയും ദൈവത്തെ ചേർത്ത് മക്കളെ നിർത്തിയ ഒരു അപ്പനായിട്ട് നമുക്ക് വിശ്വസിക്കണം. അപ്പോൾ ഈ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ മുറ്റത്തൂടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ അപ്പൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും, അതാണ് ദൈവത്തിൻ്റെ വചനമാണല്ലോ, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്, നമ്മുടെ അപ്പൻ്റെയും ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൽ നമ്മൾ മുറുകെ പിടിക്കുക അല്ലേ, അതാണ് ഉദ്ദേശം. ജുബിന് അപ്പനെയും അമ്മയും ഓർക്കുമ്പോൾ ഒത്തിരി അഭിമാനം കാണും. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്കെല്ലാം ശക്തി പകർന്ന് അവരുടെ പ്രചോദനമാണെന്നും ആദ്യം പറഞ്ഞു. അപ്പോൾ എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അവർക്ക് നല്ല ഒരു മകനായിട്ട് അവർ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മകനായിട്ട് മുന്നേറാൻ ആഗ്രഹവുമുണ്ട്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതല്ലാണ്ട് പോകുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്. അപ്പനോ അമ്മയുടെയോ സ്നേഹം അറിയാതെ അവർ മരിച്ചു കഴിയുമ്പോൾ ആഘോഷം വെച്ചാൽ അർത്ഥമില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റാത്ത ഒത്തിരി യുവജനങ്ങൾ. ഈയിടെയൊക്കെ ഉണ്ടായ ചില അനുഭവങ്ങൾ ഒരിക്കലും മറക്കാൻ മേലാത്ത ചില അമ്മമാർ പറഞ്ഞു, ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിയത് മകനെ, പക്ഷേ അവനൊരു ഭക്ഷണം വിളമ്പി വെച്ചാൽ കഴിക്കില്ല, അവനൊന്നും മിണ്ടില്ല, അവനെൻ്റെ മുഖത്ത് നോക്കുന്നില്ല. അങ്ങനെ പറയുന്ന മക്കളെയും കൊണ്ട് വേദനിക്കുന്ന അമ്മമാരുമുണ്ട് ഒത്തിരി. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു സുബോധത്തിലേക്ക് തിരിച്ചു വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം, കടപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ജുബിൻ്റെ അപ്പനും അമ്മയും നല്ലതുമായിരുന്നു. എന്നാൽ നേരെ തിരിച്ചുള്ള അപ്പനും അമ്മമാരുമുണ്ട്, കുടുംബത്തിൽ സമാധാനം കൊടുക്കാത്തവർ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവർ അല്ലേ. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള മൊത്തത്തിൽ നോക്കുമ്പോൾ ജുബിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് എന്തെല്ലാമാണ് കടന്നു വരിക? തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം അവർ കൃഷിക്കാരാണ്, ഒത്തിരിയേറെ പറമ്പിൽ പണിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള പ്രാർത്ഥനയൊക്കെയാണ് അവർക്ക് ഇപ്പോഴും നല്ല ആരോഗ്യവും ഒക്കെ കൊടുത്ത്. മമ്മിയാണെങ്കിൽ ഇപ്പോഴും രാവിലെ ഒരു ദിവസം പോലും പള്ളിയിൽ മുടങ്ങാതെ എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അതുപോലെ അവിടെ കരിസ്മാറ്റിക് സെമിനാറുകൾ, അതുപോലെ ഇടവകയിലെ ഗ്രൂപ്പുകൾ അവർ വളരെ ആക്റ്റീവ്. അതുപോലെ കാറ്റഗിസം, മമ്മി 25 വർഷമായിട്ട് കാറ്റഗിസം പഠിപ്പിക്കുന്നു. ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട്, അതുപോലെ ഭവന സന്ദർശനങ്ങൾ ഇപ്പോഴും അവർ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം അതിനൊക്കെ ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു അനുഗ്രഹം മാത്രമാണ് അവർക്കിപ്പോഴും ആരോഗ്യവും കൊടുത്ത് ദൈവത്തോട് ഇപ്പോഴും ജീവിക്കാനായിട്ട് ശക്തി കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് കുറച്ചും കൂടെ കൂടുതൽ അടുക്കുവാനും ഇനിയുള്ള നാളുകളും ദൈവത്തോട് കുറച്ചുകൂടെ ശുശ്രൂഷകൾ ചെയ്ത് ആത്മീയമായിട്ട് ദൈവത്തോട് കുറച്ചും കൂടെ ഒന്ന് ആഴപ്പെടാനുള്ള ആ ഒരു പ്രാർത്ഥനയാണ് എപ്പോഴും മനസ്സിലുള്ളത്. കാരണം നല്ലൊരു വിശ്വാസമുണ്ട്, ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ ദൈവം ഒന്നിനും കുറവ് വരുത്തില്ല എന്നൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ ആ ദൈവത്തോടുള്ള ആ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ശ്രമിക്കുന്നത്. മാതാപിതാക്കന്മാർ കൊടുത്ത വലിയ ദൈവിക ദർശനം നിലനിർത്തുകയും അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ജീവിതത്തിൽ മറ്റുള്ളവർ കണ്ടുമുട്ടുന്നവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന 2 വ്യക്തിത്വങ്ങളാണ്. അവരുടെ മിനിസ്ട്രിയോട് ചേർന്ന്, ദേവാലയത്തോട് ചേർന്ന്, സെൻറ്റ് മേരീസിൻ്റെ ആത്മീയ ഗുരുക്കന്മാരോട് ചേർന്ന്, സഭയോട് ചേർന്ന് അവരനേകം കാര്യങ്ങൾ ഇനിയും ചെയ്യുവാൻ ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ ഒന്നായിരിക്കുകയും ചെയ്യാം. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com